എന്നെ കിട്ടുന്നില്ലേ? വെൽക്കം ടു വൈദാലോട്ട് ഗൈസ്. നമ്മൾ ആദ്യം ഒന്ന് പോയി, പിന്നെ രണ്ടാമതാ ടേക്ക് പോവാണ്. ടെക്നിക്കലി എറേഴ്സ്. പ്രേമ, ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത് എൽ ക്ലാസിക്കോല്ലേ, ഇപ്പൊ ലാസ്റ്റ് നടന്ന എൽ ക്ലാസിക്കോ അത് ഗോളാണോ? അല്ലേ, അത് ഗോളാണെന്നും പറയുന്നുണ്ട്, അല്ലാന്നും പറയുന്നത്. കാരണം അത് ഓരോരോ ആംഗിളിൽ നിന്നുള്ള ഷോർട്സ് ആണ് കൂടുതൽ എല്ലാവരും കാണിക്കുന്നത്. അപ്പോൾ ചിലർ ഗാലറിയിൽ നിന്നുള്ള ഫോണിൽ നിന്ന് എടുത്ത ഷോർട്സ് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ ബോള് ലൈൻ്റെ അപ്പുറം തന്നെയാണ്. പക്ഷെ ലാലിഗയിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. കാരണം അത്രയും പോപ്പുലറായ ഒരു ലീഗിൽ എത്ര ഏറ്റവും കൂടുതൽ ഫോളോയിങ് ഉള്ള പ്രീമിയർ ലീഗ് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടും ലാലിഗ സ്പാനിഷ് ലീഗ് തന്നെയാണ്. എന്നിട്ടും അവിടെ ഒരു ഗോൾ ലൈൻ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടുത്തെ ഒരു സിസ്റ്റത്തിന് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ള കാര്യം തന്നെ. കാരണം അവര് USA ലാലിഗ നടത്താന്ന് വരെ അങ്ങനെ അവരെ പറഞ്ഞ ആൾക്കാരാണ് ലാലിഗയുടെ ബോർഡ്. അപ്പൊ നിങ്ങള് ശരിക്കും എന്താണ് മഡ്രിഡിന്റെ ഒരു തീരുമാനത്തിന്റെ പിൻബലം കൊണ്ടാണ് അത് ഇല്ലാതെ പോയതെന്ന് പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ എവിടെയാണ് അങ്ങനെ പറയാനുള്ളത്? ഗോളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കിട്ടിയ ഫൂട്ടേജ് വെച്ച് നോക്കുമ്പോൾ അതെ, ഫൂട്ടേജുകൾ കാണുന്നത് പലതും ഓരോരോ ആംഗിളിൽ നിന്നാണെന്നുള്ളതാണ്. നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പോയിന്റ് വൈസ് വരെ ഭൂരിഭാഗം ഗോളായിരിക്കാം. പക്ഷെ അവിടെ ടെക്നോളജി ഇല്ലാത്തതിന്റെ ഡ്രോബാക്ക് കൊണ്ട് തന്നെയാണ് നമുക്കത് ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തത്. അപ്പൊ വൻ തോൽവിയാണെന്നുണ്ടെങ്കിൽ അത് എൽ ക്ലാസിക്കോ എനിക്ക് തോന്നുന്നു ബെല്ലിംഗാം വന്നതിന് ശേഷം എന്താ പറയാ, ശരിക്കും റിയൽ ഇപ്പൊ ഒരു മുൻതൂക്കത്തിലാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ആണോ? ഈ സീസണില് റയലാണല്ലോ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന 11 പോയിന്റ് ലീഡിലാണ് കറന്റ് ലാലിഗയിലുള്ളത്. ഈ എൽ ക്ലാസിക്കോയിൽ ജയിച്ചാൽ മാത്രമായിരുന്നു എന്തെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ഒരു ചാൻസ് ബാർസയ്ക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ ജയത്തോടെ ലീഗ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. റയൽ തന്നെ ഈ വട്ടത്തെ ലാലിഗ കൊണ്ടുപോകും. പേഴ്സണലി ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോളാന്ന് തോന്നുന്നു. സങ്കടമായോ? ഇല്ല, അങ്ങനെയല്ല. കുറെ സങ്കടങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ സങ്കടത്തിന്റെ കൂടെ ഇതും കൂടി പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സീസൺ മൊത്തത്തിൽ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് റയലിന് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ബാർസയാണ് ലാലിഗ നേടിയത്. അതിനേക്കാളും ബെറ്റർ ടീമായിരുന്നു ഈ വട്ടം സ്റ്റാർട്ട് ചെയ്തപ്പം. സോ പ്രതീക്ഷകൾ കൂടുതലായിരുന്നു. ലാലിഗ എന്തായാലും അടിക്കാൻ പറ്റും. ചാമ്പ്യൻസ് ലീഗിലെ റയൽ എത്തുന്ന സ്റ്റേജിനേക്കാളും ഒരു പടി മുകളിലെത്താൻ പറ്റുന്നൊക്കെയായിരുന്നു സീസൺ തുടങ്ങുമ്പോഴുള്ള വിശ്വാസം. പക്ഷേ ഈ സീസൺ ആസ് എ ബാർസ ഫാൻ നിരാശയാണ് തരുന്നത്. എന്താണ് അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ആ ഗോള് അനുവദിക്കാത്ത? കളി രണ്ടാമത് നടത്തുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് നേരാണ്? അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതൊക്കെ വെറുതെ റൂമേഴ്സ് അടിച്ചിറക്കുന്നത്. ഒരിക്കലും ഒരു മാച്ച് അങ്ങനെ ഒരു കാരണം കൊണ്ടൊന്നും റീപ്ലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആസ് എ ഫാൻ ആ ഗോള്, അതായത് ആ കളിയുടെ മൊമെന്റ് വെച്ച് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു ഗോളാണ്. അപ്പോൾ അല്ല, ഞാൻ പറയാൻ പറ്റില്ല. കാരണം അതിനുശേഷം 2 ഗോള് ഞങ്ങൾ വഴങ്ങിയിട്ടുമുണ്ട്. അത് പിന്നെ ആ ഗോള് കൊണ്ട് ചിലപ്പോൾ ജയിച്ചോണമെന്നില്ല. പക്ഷെ ഗോള് ഡ്രോയിങ്ങിൽ കിട്ടുമായിരുന്നു അല്ലേ? ഡ്രോയിങ്ങിൽ കിട്ടുമായിരുന്നു. സ്പാനിഷ് കപ്പ് ഏതാണ് ടീം അടിച്ച് ലാസ്റ്റ് കുറെ കാലത്തിന് ശേഷം അതിൽ കപ്പ് അടിച്ചില്ല. കപ്പെടുത്ത് ഫൈനലിൽ ഡബിൾ അടിക്കാം. 15ാമത്തെ കപ്പ് നമ്മള് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മള് എടുക്കും ഉറപ്പാണ്. പിന്നല്ല, സംശയം എന്താ, എന്തായാലും എടുക്കും. കോൺഫിഡന്റ് ആണ്. ഇനി നമുക്ക് ബയേണാണ് അടുത്തുള്ളത്. ബയേണിനോട് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു പോസിബിൾ ആണ്. ഫൈനൽ എത്തുകയെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയുള്ള കാര്യം. UCL ശരിക്കും ഇപ്പൊ നമ്മള് എടുക്കുകയാണെങ്കിൽ മഡ്രിഡ് സിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, ഭീകര കളിയായിരുന്നു. ഫസ്റ്റ് ലെഗും അടിപൊളി കളിയായിരുന്നു. കഴിച്ചിലായതാ തോന്നുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ലെഗ് ശരിക്കും വാൽവർദയുടെ ഓക്കെ 3 നല്ല ചാൻസ് കിട്ടി. പക്ഷെ സിറ്റി തന്നെ അല്ലായിരുന്നു ശരിക്കും. സിറ്റി ഞെട്ടിക്കുന്ന രീതിയിൽ ആണ് ബർണബാലു ശരിക്കും കളിച്ചതെന്നാണ് തോന്നുന്നു അല്ലെ? എന്താ സിറ്റി നല്ല കളിയായിരുന്നു. 3-3 ഡ്രോ ആയെങ്കിലും സിറ്റി കുറച്ച് ഡോമിനേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് ലെഗിൽ അവര് ഡിഫറെന്റ് ടാക്ടിക്സ് വന്നത് റയല്. അതവര് വിജയിപ്പിച്ചു. സിറ്റിക്ക് എന്താ പറ്റി? സിറ്റി അവരെ സ്വാഭാവികമായിട്ടുള്ള കളി തന്നെ കളിച്ചു സെക്കൻഡ് ലെഗിൽ. പക്ഷെ റയല് കൂടുതൽ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അവരുടെ പ്ലാൻ അത് തന്നെയായിരുന്നു. മാക്സിമം ഡിഫെൻഡ് ചെയ്യുക, ചാൻസ് കൊടുക്കാതെ വെക്കുക. അതിലവർ വിജയിച്ചു. ഷൂട്ടൗട്ടിൽ എത്തിച്ചു. ഷൂട്ടൗട്ടിലൂടെ കപ്പടിച്ചു. മീൻസ് ജയിച്ചു പോയി. അല്ല, എന്താണ് ഹാളൻഡ് മറ്റേ എന്താ ഗോൾഡൻ എന്താണ് ബാലൻഡോർ കാൻഡിഡേറ്റ് ഒക്കെ കഴിഞ്ഞ സീസണില് ഹാളൻഡിനൊക്കെ ശരിക്കും നിർവീര്യമാക്കിയിട്ടായിരുന്നല്ലോ എനിക്കുള്ള. ടാക്ടിക്കൽ വിന്നാണ് ആഞ്ചലോട്ടിയുടെ സെക്കൻഡ് ലെഗ് എന്ന് പറയേണ്ടി വരും. പൊതുവെ ഫുട്ബോൾ ഫാൻസിന്റെ ഒക്കെ ഒരു ഇതില് അങ്ങനെ അല്ലെങ്കിൽ കറണ്ട് ഫോം വെച്ചിട്ട് ബെർണബിയിൽ പോയിട്ട് 3 ഗോൾ അടിച്ച സിറ്റി എത്തിഹാദിൽ ജയിക്കേണ്ടായിരുന്നു.
നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ ഒരു 3 അടിച്ച് റയലിനെ സിറ്റി ഭിത്തി കയറ്റുന്നതായിരുന്നു. പക്ഷെ റയൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാതെ അവർ നല്ലൊരു ടാക്ടിക്കൽ പ്ലാനായിട്ട് വന്നു, അത് പിടിച്ചു നിന്നു അവർ. പിന്നെ ഇങ്ങനത്തെ നോക്കൗട്ട് മാച്ചസ് വരുമ്പോൾ റയലിന് വേറെ ഒരു DNA ആണ്, അത് ഈ വട്ടം കണ്ടു. അതെ, തീർച്ചയായിട്ടും അതെ. റയലിന് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ നോക്കൌട്ട് ഗെയിംസ് വരുമ്പോൾ നിഖിൽ പറഞ്ഞ പോലെ തന്നെ വേറെ തന്നെ ഒരു ഗെയിം പ്ലേ ആണ്. അവർ എത്ര ഫോമായി അല്ലാതെ നിൽക്കുകയാണെങ്കിലും അവർ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റീവ് ഫിക്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നത് തന്നെയായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ മോശം ഫോമിലാണെങ്കിൽ പോലും ലാ ലീഗ, എൽ ക്ലാസിക്കോ പോലത്തെ ഒരു ഗെയിം വന്നാലും ഇപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നല്ല ഒരു പോരാട്ട വീര്യമുള്ള ടീം തന്നെയാണ്. എല്ലാ പ്ലേയേഴ്സിനും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ ഏരിയാസും സ്ട്രോങ് ആണ് റയലില്. യങ്സ്റ്റേഴ്സ് കുറെ ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട് ടീമിൽ. പിന്നെ പോരാത്തിന് ഇപ്പൊ അവര് സ്പാനിഷ് ലീഗ് അടിക്കാത്ത സമയത്ത് വരെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ലേ? ലീഗിലൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മെന്റാലിറ്റി ഉള്ളത്. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മാച്ചസ് ജയിക്കുന്ന വേറെ 2010 തൊട്ട് 2020 വരെ നോക്കിക്കഴിഞ്ഞാൽ റയൽ 1-2 ലീഗ്, മാക്സിമം 3 ലീഗൊക്കെ അടിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി മൊത്തം ബാർസയും അത്ലറ്റിക്കോ അടിച്ചില്ല. അത്ലറ്റിക്കോ ഒരു ലീഗൊക്കെ അടിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ. ബാക്കി അപ്പം നോക്കിക്കഴിഞ്ഞാൽ റയൽ പക്ഷേ ചാമ്പ്യൻസ് ലീഗ് 5 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട് ആ ഒരു കാലയളവിൽ. 2014 തൊട്ട് 2000 ഇതുവരെ. അതെ, അതന്നെ നോക്കൌട്ട് മാച്ചസ് വരുമ്പോൾ, നോക്കൌട്ട് മാച്ചസ് അല്ല UCL വരുമ്പോൾ റയൽ വേറെ മെന്റാലിറ്റിയാണ്, വേറെ കളിയാണ്. വിജയിക്കും അവര് എന്ത് ടാക്ടിക്സ് ആയാലും എടുത്തിട്ട് ലാസ്റ്റ് വിജയിക്കും അങ്ങനെയൊക്കെ ആയിട്ട്. ബാർസലോണ കുറച്ചുകൂടി സമയം എടുക്കും തോന്നുന്നുണ്ടല്ലേ സെറ്റ് ആവാന്. പക്ഷെ യങ്സ്റ്റേഴ്സ് ഭയങ്കര പ്രോമിസിംഗ് ആണല്ലോ. കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവര് പ്രതീക്ഷയ്ക്കും അപ്പുറം കളിക്കുന്നുണ്ട്. ആ ഫസ്റ്റത്തെ ഇപ്പൊ നിങ്ങള് നോക്കൌട്ടായ PSG ആയിട്ടുള്ള കളിയിലേ ആ ഫസ്റ്റ് ഒരു ചെറുക്കണ്ടല്ലോ, എന്താണ് ഗോളിന് വേണ്ടിട്ട് അവരെ വലിക്കുകയും ചെയ്തു റെഡ് കാർഡ് കിട്ടിയപ്പോ. പക്ഷെ അവനാണ് ആ ഗോളിന് അസിസ്റ്റ് കൊടുത്തല്ലോ. ഒരു ചാൻസ് ഇല്ലാത്തോടുന്നാണ് അവനെ ഓടിയിട്ട് ആ സ്പേസിലേക്ക് ഇട്ടിട്ട് ഓടിയിട്ട് അസിസ്റ്റ് കൊടുത്തത്. പക്ഷെ നിങ്ങളെ അക്കാഡമി ഭയങ്കര സ്ട്രോങ് ആണ്. അക്കാഡമി പ്ലേയേഴ്സ് കുറെ ഉണ്ട്, അതാണ് നമ്മുടെ പ്രതീക്ഷ ഇനി അങ്ങോട്ടുള്ള. അതെ, നിങ്ങൾക്ക് വലിയ പ്ലേയേഴ്സിനെ വാങ്ങേണ്ടി വരും തോന്നുന്നില്ല അല്ലേ? അതാണ്, പക്ഷെ കുറച്ച് ആവശ്യമായ കുറച്ച് പൊസിഷൻസ് ഉണ്ട്. അതായത് ഒരു DM ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള DM ഇപ്പോഴും മോഡേൺ ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് DM എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് DM ഇതുവരെ ഇപ്പോഴും ഇല്ല. കാരണം നമ്മളിപ്പോൾ ക്രിസ്ത്യൻസിനാണ് കഴിഞ്ഞ കളി കളിപ്പിച്ചിരുന്നത്. സെക്കൻഡ് ലെഗിൽ ഈ എല്ലാ കാരണം കളിക്കാനും പറ്റിയില്ല. അപ്പോൾ DM ഇല്ലാതെ കളിക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവ് എപ്പോഴും കളിനെ ബാധിക്കും. ഒരു ആണ് ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതായത് എൻസോ ഫെർണാണ്ടസും കസൈഡോ ലാവിയൊക്കെ നല്ല വലിയ എമൗണ്ടാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പൊസിഷനാണ് DM എന്നുള്ളത്. എനിക്ക് പക്ഷെ എന്താ പറയുക, നമ്മൾ യങ്സ്റ്റർ അല്ലെങ്കിൽ യങ്ങർ പ്ലേയേഴ്സിനെ വെച്ചിട്ട് എൻ്റയർ സീസൺ ഓടിക്കാൻ പറ്റില്ല. അവരും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സും കൂടി വെച്ചിട്ടൊരു മിക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു 90 മിനിറ്റ്സ് ഒരു 16 അല്ലെങ്കിൽ 19 വയസ്സുള്ള ഒരാൾക്ക് എൻ്റയർ സീസൺ ഒരു വർഷം നിൽക്കുന്ന ഭയങ്കര ഹെക്ടിക്കാണ് ഷെഡ്യൂൾസ്. ഇപ്പോൾ കളിക്കാൻ കഴിയില്ല. അപ്പം യമാലിനെയൊക്കെ ചില കളികളിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക, ചില കളികളിൽ ആഫ്റ്റർ 70 മിനിറ്റിന് ശേഷം കളിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 90 മിനിറ്റും യമാല് സീസൺ എൻ്റയർ കളിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വരും, പല പ്ലേയേഴ്സും ഉണ്ട്. അപ്പം ബാർസനെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് 1-2 വർഷം കൊണ്ടേ കിടക്കാൻ പറ്റുള്ളൂ. ആ സമയത്തിൽ ലോണോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ട്രാൻസ്ഫർ ഒക്കെ എടുത്തിട്ട് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും കൂടി വരണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിൽ. അപ്പോൾ പ്രത്യേകിച്ച് യമാലിൻ്റെ പൊസിഷൻ, അതുപോലെ ബാൽഡെ കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക്, DMF ഓഫ് കോഴ്സ് ഇല്ല. ഇങ്ങനത്തെ പൊസിഷൻസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ട് യങ്സ്റ്റേഴ്സിന് കുറച്ച് സമയം കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ ഒരു കുറച്ച് പ്രായത്തിന് ശേഷം ഇവർ എൻ്റയർ സീസൺ കളിക്കാവുന്ന ഇതുള്ളൂ. ഇപ്പോൾ ഓവർലോഡാണ്, കുർബാസിക്ക് ഓവർലോഡാണ്, യമാലിന് ഓവർലോഡാണ്, ബാൽഡേക്ക് ഇഞ്ചുറാണ്, പെഡ്രി ഒക്കെ ഇഞ്ചുറായി വരുന്നു പോകുന്നു. അങ്ങനെ ഗവി ആണെങ്കിൽ ഈ സീസൺ കഴിഞ്ഞു. അതാണ്. അപ്പം യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവരെ ഇപ്പം ഭയങ്കരമായിട്ട് ഓവർ യൂസ് ആണ് ചെയ്യുന്നത്. അത് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ വരുത്തും. എൽ ക്ലാസിക്കോയിൽ നിങ്ങൾക്ക് ഞാൻ കാര്യമായിട്ട് ചോദിക്കട്ടെ, ഇപ്പൊ മെസ്സി ഉള്ള ടൈമിൽ എൽ ക്ലാസിക്കോയിൽ ബാർസയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കുറെ കാലം അത് പോയി അല്ലേ? പക്ഷെ ഇപ്പോ റീസെന്റ് റിയലിന് കുറച്ച് അഡ്വാൻറ്റേജ് കൂടിയിട്ടില്ലേ? പവർ ഗെയിമിൽ ഭയങ്കര ഷിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അത് ബാർസന്റെ ഈ ഒരു ചെറിയ
ക്ഷീണം കൊണ്ടാണോ വന്നിട്ടുള്ളത് അത് റിയല് ശക്തിയായിട്ട് റയല് ശക്തിയായിട്ടുണ്ട്. അതേപോലെ ബാർസേന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബാർസ കുറച്ച് അടിയിൽ പോയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ. കാരണം ബാർസ മെസ്സി പോയതിനു ശേഷമുള്ള ഒരു ബാർസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും അതിന് ആ ഒരു കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. അവരെ ഫുട്ബോൾ ഇതുവരെ അവർക്ക് സെറ്റ് ആയിട്ടില്ല. പക്ഷെ റയൽ നോക്കുകയാണെങ്കിൽ അപ്പോഴും കുറെ യങ്സ്റ്റേഴ്സിനെ വാങ്ങി നമ്മൾ എന്താ വെച്ചാൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്തു. നല്ലൊരു പൊട്ടൻഷ്യൽ കളിക്കാനുള്ള ഒരു ടീമായി. പക്ഷെ ബാർസയ്ക്ക് കുറെ പ്ലേയേഴ്സ് വന്നും പോയിക്കൊണ്ട് വന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കും എന്തായാലും സെറ്റ് ആവാനൊക്കെ ആണെങ്കിലും ടൈം എന്തായാലും വേണ്ടി വരും ബാർസയ്ക്ക്. ഇനിയൊരു ട്രാൻസിഷനിലൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ലൈക്ക് അതിലേറെ ബെറ്റർ ആൾക്കാർ അവിടെ ഷൂട്ട് ആവും ഓരോ പൊസിഷൻസിൽ. അവരുടെ നിങ്ങളെ ഫുട്ബോളിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ലൈക്ക് ഇപ്പോഴും ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷൻ ഗെയിം നിങ്ങൾക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റുമല്ലോ വേണമെന്ന് വിചാരിച്ചാൽ അതാ ഒന്നും കൂടി കുറച്ചും കൂടി നല്ല പ്ലേയേഴ്സ് കുറച്ചും കൂടി നല്ലത് വേണമെന്നില്ല. ഒന്നുകൂടി സാവിയിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഒന്നാമത്. ഒരു സീസൺ കൂടി സാവി നിൽക്കട്ടെ. കാരണം അവന്റെ അഡ്വാൻറ്റേജ് അയാളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യങ് പ്ലേയേഴ്സിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് അയാൾക്ക് ഒരു സീസണും കൂടി കളിപ്പിച്ച് നോക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത്. പിന്നെ സാവി ലെജൻഡാണ്, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിടാനും പറ്റില്ല. തെളിയിക്കട്ടെ. കാരണം ഈ ഇപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പിൽ നല്ല കളി കളിച്ചിരുന്നു. ഇപ്പൊ ഒരു കഴിഞ്ഞ വീക്കിൽ നടന്ന 3 മാച്ചസ് ഒഴിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പിന്നെ അവസാനം പിന്നെ അത് ആ ടച്ച് പോവാണ് ഇടയ്ക്കൊന്ന്. അതെ അതെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് കുറയുണ്ടല്ലോ. അതാണ് എല്ലാ യുണൈറ്റഡിന്റെ പ്രശ്നം. അങ്ങനെ അല്ല, എനിക്ക് പേഴ്സണലി സാവിനെ താല്പര്യമുള്ള ഒരു കോച്ചാണ്. കാരണം അങ്ങനെയല്ല, സാവി വന്നിട്ട് ലാലിഗ അടിച്ചു സെക്കൻഡ് സീസണിൽ. ഇപ്പൊ ഈ സീസണിൽ UCL സെമി വരെ വന്ന് നോക്കി. എന്നാൽ പോലും ഒരു എൻ്റെ ഫുൾ സ്ക്വാഡ് കിട്ടിയിട്ടില്ല ടീമിന്. ഇൻജോർഡ് അല്ലേ എല്ലാ പ്ലേയേഴ്സും അപ്പായിട്ട്. ഇപ്പോഴാ ക്വാർട്ടർ 2-3 വർഷമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഔട്ടാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഗ്രൂപ്പിൽ ഔട്ടാണ്. ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് അതെ ഒരു ലാലിഗ അടിച്ചു. 60 മിനിറ്റിന് അപ്പുറം വരെ സെമി കണ്ടു. പിന്നെ റെഡ് കാർഡ് മൂലം അല്ലെ നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് സെമി പോയത്. റെഡ് കാർഡ് അല്ലേ മുന്നത്തെ ഡിസ്കസ് ചെയ്തു. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. കാരണം അഭിനയിക്കല്ല ഇപ്പൊ തൊട്ടാ വീഴുക എന്നുള്ളതാണല്ലോ. റെഡ് കാർഡിന് ഉണ്ടോ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ടെക്നിക്കലി കൊടുക്കാം. പക്ഷെ ഗെയിമിന്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാർഷായി പോയി. അല്ല, ആസ് എ ബാർസ ഫാൻ നമുക്ക് എപ്പോഴും അത് ഇച്ചിരി ഹാർഷായിട്ടേ തോന്നുള്ളൂ. ന്യൂട്രൽ ഫാൻസ് ആണത് കറക്റ്റ് ആയിട്ട് അത് അനലൈസ് ചെയ്തു. ആ ഗെയിം അവിടെ എനിക്ക് ആ ഗെയിം പിന്നെ കാണാം. ലൈക്ക് സെക്കൻഡ് ഹാഫ് വന്നപ്പോ പിന്നെ കുറച്ച് ബാർസ അറ്റാക്ക് ചെയ്ത് റഫീഞ്ഞൊക്കെ കയറുന്നുണ്ടപ്പോഴാണ് ഒന്ന് കാണാൻ തോന്നി. അല്ലെങ്കിൽ ആ ഗെയിം ശരിക്കും കില്ല് ചെയ്താണ്. ഭയങ്കര അഡ്വാൻറ്റേജ് ആയി പോയി. അത് അവിടെ തീർന്നു. പക്ഷെ ആസ് എ കോച്ച് സാവി എൻ്റെ ടീമില്ല. ഇപ്പൊ തന്നെ ഗബി സാവിയുടെ പ്ലാനില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്ലെയർ ആണ്. ഒരു 90 മിനിറ്റ് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഗവി ഇല്ല, പെഡ്രി ഇൻജേർഡ് ആണ്. DMF പൊസിഷനിലേക്ക് ആളെ ചോദിച്ചിട്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇത്രയും വേഴ്സായ സമയത്താണ് റിസൾട്ട് വരുന്നത്. ഒരു പ്ലെയറെ 50 മില്യണോ 60 മില്യണോ കൊടുത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ക്ലബിനുള്ളത് ഫിനാൻഷ്യലി. ആ ഒരു സമയത്ത് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ്, ക്ലബിനെ അറിയുന്ന ആളാണ്. സോ ഈ അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പോവാന്ന് പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം അത് കൺഫേംഡ് ആണ്. സാവി കണ്ടിന്യൂ ആണ്. സോ അടുത്ത സീസണിൽ ഇപ്പോൾ 1-2 അതെ DMF പിവട്ടിന് ആളെ കിട്ടുകയാണ്. 1-2 അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സീസണിൽ നോക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ കഴിഞ്ഞ പോഡ്കാസ്റ്റിലെ പ്രഡിക്ഷൻ പ്രേമന്റെ ഫുൾ ശരിയായിട്ടുണ്ട്. എല്ലാ അല്ലെ ഫസ്റ്റ് ഡോട്ട്മണ്ട് കയറുന്നു പ്രേമ പ്രഡിക്ട് ചെയ്തു. രണ്ടാമത് PSG കയറുന്നു പ്രഡിക്ട് ചെയ്തു. ബയേൺ ആർസണൽ എനിക്ക് അവിടെ പാളിപ്പോയി. ബാക്കിയുള്ള മഡ്രിഡ് സിറ്റിയിലും മഡ്രിഡ് കയറുന്നു. പ്രേമ ഫുള്ള് പ്രഡിക്ഷൻ കറക്റ്റ് ആയി. ഫുള്ള് നോക്കിയിട്ട് തന്നെയാണോ പ്രഡിക്ട് ചെയ്തത്? അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കും അനലൈസ് ചെയ്തിട്ടാണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് സംഭവിക്കും. അനാലിസിസ് ചെയ്യുമ്പോൾ അത് അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ബയേൺ ആർസണൽ ഗെയിമും ലൈക്ക് എന്താ പറയാ, അത് ഫസ്റ്റ് ലെഗിൽ ബയേണ് ആർസണൽ ഹോം ഗ്രൗണ്ടിൽ ലീഡ് എടുക്കാൻ എനിക്ക് തോന്നിയതാണ് ആ ഗെയിം പോയി. കാരണം എവയില് പോയിട്ട് ബയേണിലൊക്കെ ചാമ്പ്യൻസ് ലീഗില് സ്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അവിടെ ഒന്നാമതൊരു ഹോസ്റ്റൽ എൻവയോൺമെന്റ് ആണ് അലയൻസ് അറീന എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ജർമ്മൻസ് ഒക്കെ വരും. പിന്നെ അവരെ വായ തോന്നി വിളിച്ചു പറയും. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ അവരവിടെ ഗ്രിൽസ് ഒക്കെ വെച്ച് ഹൈറ്റിൽ കെട്ടിയിട്ടൊക്കെയാണ് അവര്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കളി കളിക്കുമ്പോൾ. അലയൻസ് അറീനയിൽ മെയിൻ മാച്ചസ് കളിക്കുമ്പോൾ ഗ്രിൽസ് ഒക്കെ ഭയങ്കര ഹൈറ്റിൽ വെച്ച് മറ്റേ കെട്ടി വരിഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ ക്രോസ് ചെയ്ത് വരാതിരിക്കാനും. ഇത്രയും ഹോസ്റ്റലായിട്ടൊരു എൻവയോൺമെന്റ് ആണ് അവര് വരുമ്പോ തന്നെ അവർ ആകെ പേടിപ്പിച്ചൊരു അന്തരീക്ഷം ഉണ്ടായി. ഫുൾ ചുവപ്പുമായിരിക്കും അവിടെ. അങ്ങനെ അവിടെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ചില്ലറ കാര്യമല്ല.
ആർസണല് എനിക്കതായത് ആഴ്സണൽ റീസെന്റ് ഫോം വെച്ച് നോക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ കളി കണ്ടില്ല, സിറ്റി അല്ല ചെൽസിനെ 5 ഗോളിന് തോൽപ്പിച്ച്. അവർ ഈ സീസണിൽ കളിക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് അവരുടെ കളിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പിടിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബയൺ മ്യൂണിക്കിനെ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ വരില്ല. എത്ര ഫോം ഔട്ട് ആയ ടൈമിലാണെങ്കിലും അവരങ്ങനെ തോൽപ്പിച്ചു വിടാൻ പറ്റുന്ന ആർക്കും പറയാൻ പറ്റൂല. അതെ. പിന്നെ ഹാരിക്കെയിൻ വിചാരിക്കണം അല്ലെ, ഹാരിക്കെയിന് കപ്പ് കിട്ടുമോ തോന്നുന്നില്ല. ഇല്ല, ചാമ്പ്യൻസ് ലീഗ് മാത്രമേ ഉള്ളൂ ബാക്കി. ചെക്കനെ അല്ല, അടുത്ത സീസൺ അടിക്കാലോ. ഒരു സീസൺ ഫസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. ഗോൾഡൻ ബോട്ട് ഉറപ്പിച്ചിട്ടു ഏകദേശം. യൂറോപ്യൻ ഗോൾഡൻ ബോട്ട് ആയിരിക്കും 33 ഗോളറ്റായിട്ടുണ്ട്. ലെവൻഡോസ്കിയുടെ റെക്കോർഡ് വെട്ടിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എംബാപ്പെ 23 20 പാൽമർ ഹാലൻഡ് ഫുൾ സീസൺ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് കുറച്ച് മാച്ചസ് ബൊറോസിയ അത്ലറ്റിക്കോയും നമ്മള് മുന്നേ പറഞ്ഞോടാ. ബൊറോസിയ ശരിക്കും അടിപൊളിയായിട്ടാ കളിക്കുന്നത്. ജർമ്മൻ ലീഗ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് അത് ജർമ്മനിലെ 2 ടീമുകള് കുറച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോ ബയൺ മ്യൂണിക്കും ബൊറൂഷ്യയും കയറി വന്നില്ലേ, ജർമ്മൻ ലീഗ് കുറച്ച് കാലമായിട്ട് ഡൗൺ ആയി നിൽക്കരുത്. ഇപ്പോൾ ബയർ ലെവർകൂസന്റെ കളി കണ്ടാലും മനസ്സിലാവും, ഒന്നും കൂടി കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് അവിടെ. പ്ലേയേഴ്സും ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. അതെ, ഇറ്റാലിയൻ ലീഗ് ശരിക്കും കുറച്ചുകൂടി വരണം തോന്നുന്നു. ഇപ്പൊ അല്ലേ നമ്മള് ക്വാളിറ്റി ഓഫ് ലീഗ് നോക്കി കഴിഞ്ഞാൽ ഇറ്റാലിയൻ ലീഗ് നോക്ക്, എവിടെ ഇല്ലല്ലോ ചാമ്പ്യൻസ് ലീഗില്. അതാണ്, ഇറ്റാലിയൻ ലീഗ് ഒന്ന് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്റർ മിലാനാണ് ഇപ്പൊ അവരെ ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമർ. അവരിതേപോലെ ഈ അത്ലറ്റിക്കോട് ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെട്ടിട്ടാണ് പുറത്താവുന്നത്. അതെ, അത്ലറ്റിക്കോ. പിന്നെ അത് ചാമ്പ്യൻസ് ലീഗിലെ നമ്മൾ ഇനിയിപ്പോ അടുത്ത സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ ബൊറോസിയും PSG ആണ് അടുത്തത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയേണും റയൽ മാഡ്രിഡും. എന്താ പ്രഡിക്ഷൻസ് എന്താണ്? ഞാൻ പറയണേ പ്രേമൻ ആദ്യം പറയട്ടെ അല്ലെ? പ്രേമന്റെ പ്രഡിക്ഷൻസ് ആണ് ഇവിടെ ഏറ്റവും വാല്യൂ ഉള്ള പ്രഡിക്ഷൻസ് എന്തായാലും PSG കയറും. ഓക്കെ, ഡോട്ട്മണ്ട് വേഴ്സസ് PSG എന്തായാലും PSG കയറും. പിന്നെ റയൽ വേഴ്സസ് ബയേൺ എന്തായാലും ഒബ്വിയസ്ലി റയലാണ്. പിന്നെ ഫൈനല് PSG വേഴ്സസ് റയൽ ജയിക്കും. ഫൈനൽ വരെ ഞാൻ പ്രൊഡിക്ട് ചെയ്തു. PSG ഡോട്ട്മുണ്ട് ഇപ്പൊ നമുക്ക് ടീമിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടും നോക്കുകയാണെങ്കിൽ PSG ആയിരിക്കും. പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ടീമാണ് PSG. പക്ഷെ PSG ആയിരിക്കും ജയിക്കുക. എൻട്രിക്കാണ് കോച്ച്. അവര് ബാർസയായിട്ട് സ്ട്രഗിൾ ചെയ്തു. PSG പോലെ ടീം പൊസിഷൻ ഫുട്ബോളാണ് കുറെയൊക്കെ കളിച്ചത്. ബാർസ കൗണ്ടർ അറ്റാക്കിന് വെയിറ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു ഉണ്ടായത്. സോ PSG ഡോട്ട്മുണ്ട് PSG കയറും. റയൽ മാഡ്രിഡ് ബയൺ മ്യൂണിക് മാച്ച് എപ്പോഴും ബയൺ എത്ര ഫോമിൽ വന്നാൽ പോലും UCL വരുന്ന സമയത്ത് റയൽ പുട്ടുപോലെ അടിച്ചിട്ട് പോകാറുണ്ട്. ബാർസനെ അടിച്ചു നമ്മൾ വിചാരിക്കും ബയൺ പിടിക്കുന്നുണ്ട്, അപ്പോഴും റയൽ തോപ്പിക്കായിരുന്നു. പക്ഷെ നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് റയൽ ജയിക്കണം. പക്ഷെ മനസ്സ് ബയണിന്റെ കൂടിയാണ്. റയൽ എത്രയും പെട്ടെന്ന് തോറ്റ് പുറത്താവട്ടെ എന്നാണ്. പക്ഷെ നിലവിലെ കണ്ടീഷൻ വെച്ച് റയൽ മികച്ച ഫോമിലാണ്. പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലൊന്നും റയൽ അങ്ങനെയൊന്നും തോറ്റു പോരില്ല. എന്തായാലും ഒരു കിടിലൻ മത്സരമായിരിക്കും റയൽ വേഴ്സസ് ബയൺ. തലച്ചോറ് പറയുന്നു അല്ലെങ്കിൽ ബ്രെയിൻ പറയുന്നു റയൽ, മനസ്സ് പറയുന്നു ബയൺ ജയിക്കട്ടെ. ഒരിക്കലും ബയൺ PSG കളിച്ച ബയൺ ജയിക്കട്ടെ. എന്റെ പ്രതീക്ഷ 2 അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. അട്ടിമറി പറയുമ്പോൾ സുഖമാണല്ലോ. അതായത് PSG-യും ബൊറൂഷ്യയും വെച്ച് കറന്റ് ഫോം വെച്ച് നോക്കുമ്പോൾ PSG തന്നെയാണ് അഡ്വാൻറ്റേജ്. കാരണം എൻട്രിക്ക് കീഴിൽ കുറച്ചും കൂടി അവർ ഇത്രയും കാലം സ്പീഡി ഫുട്ബോളാണ് അവർ കളിച്ച് പരിചയിച്ചുള്ളത്. ഇപ്പോൾ ഒന്നുകൂടി മിഡ്ഫീൽഡിൽ, അതായത് വിട്ടിങ്ങാൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ എടുത്ത് പറയണം. എൻട്രിക്കിന്റെ കീഴിലുള്ള ബോളിൽ കൺട്രോൾ കൂടിയിട്ടുണ്ട്. അതേപോലെ അവരെ മിഡ്ഫീൽഡേഴ്സ് ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ പ്ലസ് ആയിട്ട് അവർക്ക് സ്പീഡി ആയിട്ടുള്ള 3 വിങ് അറ്റാക്കേഴ്സ് ഉണ്ട്. എംബാപ്പെ, ഡംബലെ, ബർക്കോളറിന് പുതിയൊരു പയ്യനുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. പക്ഷെ ബൊറൂഷ്യ ജയിക്കട്ടെ. അവർ മാമന്മാരും എങ്ങനെ ജയിക്കണ്ട. അതേപോലെ തന്നെ അതായത് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതങ്ങനെയല്ല, അത് വേറൊരു കാര്യമില്ല. ഇഷ്ടമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള അതാണ്.
അപ്പൊ നമ്മൾ എന്തായാലും ബയണും അത്ര താല്പര്യമുള്ള ടീമൊന്നുമല്ല, റയൽ തീരെ താല്പര്യമില്ലാത്ത ടീമാണ്. അപ്പോൾ ബയൺ ജയിക്കട്ടെ. അപ്പൊ ബയണും ഡോട്ട്മണ്ടും കളി വരും, അതിലാര് ജയിക്കുന്ന പറയുന്നത്? ബയൺ ജയിക്കും. ബയൺ ജയിക്കും. പിന്നെ ബൊറൂഷ്യനെ ഇഷ്ടം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബയൺ അടിക്കുള്ളൂ. എന്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെ വെച്ചാൽ ബൊറൂഷ്യ PSG ബൊറൂഷ്യ ജയിക്കും, മഡ്രിഡ് ബയണില് മഡ്രിഡ് ജയിക്കും. പിന്നെ ആ രണ്ട് കളിയിലും ബൊറൂഷ്യ ഫസ്റ്റ് ടൈം എനിക്കെന്താ വെച്ചാൽ പുതിയൊരാള് അണ്ടർഡോഗ്സ് പുതിയൊരു ആഴ്സണലിലേക്ക് കപ്പടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവര് ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാത്തൊരു ടീമാണ്, അത്രയും ലെജൻഡറി അത്രയും ഹിസ്റ്ററിയുള്ള ക്ലബ്ബാണ്. പക്ഷെ അവർക്ക് കിട്ടിയ ചാൻസ് അവർ നഷ്ടപ്പെടുത്തി. അപ്പൊ ബൊറൂഷ്യ നേടട്ടെ പ്രാവശ്യം, ബൊറൂഷ്യ നേടട്ടെ എന്നാ എനിക്ക്. അല്ലെങ്കിൽ PSG ഓക്കെ, പക്ഷെ എന്നാലും ബൊറൂഷ്യ PSG നേടിക്കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് അഹങ്കാരാവും. എംബാപ്പയ്ക്ക് ബാൽഡോർ കിട്ടാം, ബാൽഡോർ കിട്ടട്ടെ, കിട്ടട്ടെ. കാരണം ഇത്ര കിട്ടേണ്ട പ്ലെയറാണ്. മെസ്സിനായിട്ടൊക്കെ എംബാപ്പനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ലൈക്ക് മെസ്സിയുടെ അത്ര കയ്യിലുള്ള അത്ര സ്കിൽ സെറ്റ് ഒന്നും പിടിച്ചിട്ടൊന്നല്ല എംബാപ്പെ നിൽക്കുന്നത്. ഫ്രീ കിക്ക് ഗോള് എത്ര അടിച്ചിട്ടുണ്ട്? ഒറ്റൊന്നും അടിച്ചിട്ടുണ്ട്. സെറ്റ് പീസിലും ലൈക്ക് മറ്റേ എന്താ പറയാ പ്ലേ മേക്കിങ്ങിലൊക്കെ മെസ്സിയുടെ അടുത്ത് വരെ കെട്ട ആളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ ബൊറൂഷ്യ ജയിക്കട്ടെ, എനിക്ക് അതാണ് പ്രാവശ്യം കൂടുതൽ. കറണ്ട് നിലവിലെ ഏറ്റവും മികച്ച ഫുട്ബോളറാണ്. ഇപ്പം കളിക്കുന്ന മേജർ ടോപ്പ് 5 യൂറോപ്യൻ ലീഗ് കളിക്കുന്നതിൽ മെസ്സി ഒക്കെ ഇല്ലല്ലോ. ഇപ്പം എംബാപ്പെ ഇതാണ് വേൾഡ് കപ്പ് വിന്നറാണ് ഓൾറെഡി. പക്ഷെ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ 24 വയസ്സായ എംബാപ്പനെ കൊണ്ട് 35 വയസ്സായ മെസ്സിനെ കമ്പയർ ചെയ്തിട്ട് മെസ്സിയായിട്ട് കമ്പാരിസൺ ആരും ഇല്ല. അത് വേറെ കാര്യം. ആകെ ഉണ്ടായിരുന്ന കുറച്ച് റൊണാൾഡോ ആണ് പിന്നെ അടുത്തുകൂടി ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ പോട്ടെ. ഓക്കെ, പിന്നെ എന്താണ് പ്രീമിയർ ലീഗില് ഭീകര കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രീമിയർ ലീഗിൽ ഇപ്പോ ആർസണൽ ടോപ്പായിട്ട് നിൽക്കുക. പക്ഷെ അവർക്ക് ഒരു കളിയേ കയ്യിലുള്ളൂ. ആ കളി 2 കളി ഇവർക്കുണ്ട്, സിറ്റിക്കുണ്ട്. സിറ്റിക്ക് എന്താ 2 കളി അടിച്ചു കഴിഞ്ഞാൽ ഇവരേക്ക് 2 പോയിന്റ് മേലെ വരാൻ പറ്റും. നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂളും ഇവരും ഒരേ പോയിന്റ്സിലാണ് ടൈ ചെയ്യുന്നത്. ഏകദേശം ഒരു 7-8 ഗോൾഡ് ഡിഫറൻസ്, 10 ഗോൾഡ് ഡിഫറൻസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗോൾ ഡിഫറൻസ് അങ്ങനെ ആർസണലിൽ കയറി നിൽക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്തായാലും സിറ്റി തന്നെ തിരിച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആർസണൽ അടിക്കട്ടെ, ആർസണൽ എങ്ങനെയും ലീഗ് അടിക്കട്ടെ, അല്ലെങ്കിൽ ലിവർപൂൾ അടിക്കട്ടെ, പുതിയൊരു ആള് വരട്ടെ. എപ്പോഴും നമ്മൾ സിറ്റി ജയിച്ച് കണ്ടല്ലോ, ഇപ്പൊ മാറി പുതിയൊരാൾ ആർസണൽ ജയിക്കട്ടെ തന്നെയാണ്. പിന്നെ ക്ലോപ്പ് പോകുന്നതുകൊണ്ട് ലാസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഇമോഷണൽ, എനിക്ക് ലിവർപൂളിന് അത്ര ഒരു ഫാൻ അല്ല. സിറ്റി ജയിക്കേണ്ട തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ ലിവർപൂളിലൊരു ഫാനൊന്നുമല്ല, പക്ഷെ എനിക്ക് ക്ലോപ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളൊരു നല്ലൊരു ഇൻഡിവിജ്വൽ ആണ്, നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലിവർപൂൾ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ ആർസണൽ ജയിച്ചോട്ടെ. സിറ്റിക്ക് അടുത്ത പ്രാവശ്യം അടിക്കാം. സിറ്റിക്ക് അതിനുള്ള ടീമും പൊട്ടൻഷ്യലും ഒക്കെ ഉണ്ട്. അവര് ഡോമിനേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലിവർപൂൾ ഇപ്പൊ കഴിഞ്ഞ കളി തോറ്റു ഇന്നലെ എവർട്ടനായിട്ട്. അതാണ് അത് അത്രയും ഇമ്പോർട്ടന്റ് ഘട്ടത്തിലാണ് അവർ പോയിന്റ് ലൂസ് ചെയ്യുന്നത്. അതിന്റെ മുമ്പത്തെ കളി ജയിച്ചു, അതിന് തൊട്ടുമ്പത്തെ കളി തോറ്റുണ്ട്. അത് ക്രിസ്റ്റൽ പാലസിനോട് തോക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയിന്റ് ലൂസ് ചെയ്ത് കുറച്ച് 2 പോയിന്റ് 3 പോയിന്റ് ബാക്കിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ആഴ്സണൽ അത്യാവശ്യം നല്ല ഫോമിലാണ്, സിറ്റി നല്ല ഫോമിലാണ്. സിറ്റി അടിക്കുന്ന തന്നെ തോന്നുന്നു. കാരണം പ്രീമിയർ ലീഗിൽ അവർ റയലിനെ പറഞ്ഞ പോലെ അവർക്കിപ്പോൾ ഒരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞിരിക്കുന്നത്. കാരണം ലീഗിന്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്നുള്ളത് പോട്ടെ, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അവർ മാക്സിമം പോയിന്റ് അച്ചീവ് ചെയ്തിട്ട് മാക്സിമം റിസൾട്ട് കപ്പടിക്കുന്നത് ചെയ്യാം. ഇപ്പൊ അടുപ്പിച്ച് 4ാമത്തെ പ്രാവശ്യം അടിക്കാൻ പോകുന്നു. പിന്നെ ആർസണലിന് ശരിക്കും ആ പോയിന്റ് ലൂസ് ചെയ്ത ഗെയിം ഏത് ആസ്റ്റൺ വില്ല ഹോമില് ബോട്ടിലാണ് അവർ ചെയ്തത്. പക്ഷെ അന്ന് ആസ്റ്റൺ വില്ല നല്ല കളി, കിടിലൻ കളിയാണ്. അതെ, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇനി ആകെ 5-6 കളികൾ കൂടി അല്ലേ ഉള്ളൂ. അതിലൊന്നിട്ട് ആഞ്ഞു പിടിച്ചാൽ കിട്ടണാണ്. അതാണ് ഇമ്പോർട്ടന്റ് ഫേസിൽ ഒരു പോയിന്റെങ്കിലും കിട്ടിയത് അഡ്വാൻറ്റേജ് അല്ലായിരുന്നു. ഇമ്പോർട്ടന്റ് ഫേസിൽ പോയിന്റ് ലൂസ് ചെയ്യുമ്പോൾ പ്രശ്നം. സിറ്റിക്ക് ഇനിയിപ്പോ ടോട്ടനാമായിട്ട് കളി ഉണ്ടാവുന്നു, അതിലാണ് എല്ലാരും പ്രതീക്ഷ. ആഴ്സണൽ അടിക്കാൻ താല്പര്യമില്ല. കാരണം ആഴ്സണൽ കുറെ ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗും കുറെ ആയിട്ട് 2004-2006 അടിച്ചാണ്. അപ്പൊ അടിക്കട്ടെ അവര്. കാരണം അവരൊരു ട്രോഫി ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലായാലും ഈ സീസണിലായാലും ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് അവർ, ഫ്ലോലെസ് ആയിട്ട് കളിക്കുന്ന ടീമാണ്. അപ്പോൾ ഒരു ട്രോഫി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ട്രോഫി അടിക്കട്ടെ. ഈ സീസണിൽ അവർക്ക് ട്രോഫിക്കുള്ള ഒരു കളി അവർ കളിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ സീസണും പറയണെങ്കിൽ എടുത്തു പറയണം. കാരണം നല്ല കളിക്കണം.
എന്താണെങ്കിലും ആരാ പ്രീമിയർ ലീഗ് ആരടിക്കും? നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് സിറ്റി അടിക്കേണ്ടതാണ്. സിറ്റിക്ക് ഇതേ പറഞ്ഞ പോലെ മെന്റാലിറ്റി ആണ്. പിന്നെ ടോട്ടനാമായിട്ടുള്ള മാച്ചാണ് ഒരു ക്രൂഷ്യൽ മാച്ച്. സിറ്റി ജയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ. ആണോ? ഗോഡിയോളയ്ക്ക് തന്നെ എവയാണോ? ഇവയാണ്. അപ്പം അവിടെയാണ് ആ ഒരു മാച്ചാണ് ഇതായിട്ടുള്ളത്. പോയിന്റ് ലൂസ് ചെയ്യാൻ സാധ്യതയുള്ള മാച്ച് അല്ലേ? സിറ്റി അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഇനി FA കപ്പ് ഫൈനൽ മാത്രമേ എന്തേ ഉള്ളൂ. UCL ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം എന്റെ ഫുൾ സ്ട്രെങ്ത് ടീം ഇറങ്ങാലോ. അപ്പൊ പിന്നെ 2 കളി വെച്ചുള്ളൂ. എനിക്ക് ആർസണല് പ്രാവശ്യം അടിക്കണം എന്നാണ്. പിന്നെ യുണൈറ്റഡ് മാക്സിമം പോയിന്റ് എടുക്കണം എന്നാണ്. ടെൻഹാഗ് നിക്കണം എന്നാണ്. റാഷ്ഫോർഡൊക്കെ എനിക്കറിയില്ല. സ്ക്വാഡിൽ ഒരു 10-20 ആൾക്കാർ ഒഴിവാക്കണം എന്നാണ് യുണൈറ്റഡിന്റെ സ്ക്വാഡിൽ ഉള്ളത്. അറിയാലോ, യുണൈറ്റഡ് അടിക്കണം എന്നാണ് കപ്പ്. പക്ഷെ അത് ഈ സീസണിലൊന്നും നടക്കൂല എന്നറിയാം. എന്തായാലും ടെൻഹാഗ് നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 സീസൺ കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അല്ല, പുതിയ ഓണേഴ്സ് ഒക്കെ അത് ഈ നെക്സ്റ്റ് സീസൺ തൊട്ടാണ് അത് ഓൾറെഡി ആള് വന്നിട്ടുണ്ട്. 25% ഷെയർ വാങ്ങിയ ഒരാൾ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല അഴിച്ചുപണി നടത്തണം. അല്ലാതെ ഒരുപാട് പേരെ വിൽക്കാറുണ്ട്. ഞങ്ങളെ ടീമേ ഇപ്പൊ ശരിക്കും ഒനാനുണ്ടല്ലോ. ഒനാനൊക്കെ ഞാൻ വിചാരിച്ചത് എന്താ ഒനാന എത്ര ഗോള് കൺസീഡ്. ഒനാന കൺസീഡ് ചെയ്യുന്ന ഗോളൊക്കെ എമ്മാരി ഗോളുകളാണ് അറിയും. അച്ചങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. സീസൺ സ്റ്റാർട്ടിങ്ങില് സത്യം ഞാൻ ഓനാന ലവറാണ്. കാരണം ആ ചെറുക്കുള്ളതുകൊണ്ടാണ് അത്ര ഗോളുകൾ ഇങ്ങനെ നിക്കുന്നത്. സത്യം പറയട്ടെ, നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഓന ഉള്ളതുകൊണ്ടാണ് എത്രമാതിരി അടിയാണ്. ഏറ്റവും സേവ് ഉള്ള കീപ്പർ ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ലാമാസി അല്ലേ. പക്ഷെ എന്താണ് കൊറേ മാറ്റി പണിയാണ്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക് ഫുൾ സ്ക്വാഡ് വന്ന് ഞങ്ങൾ മാറുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത സീസൺ തൊട്ട് ഞങ്ങളും ഉണ്ടാവും ടൈറ്റിൽ റേസിന്. പക്ഷെ ഈ പ്രാവശ്യം ആർസണൽ അടിക്കട്ടെ, റൈവൽസ് ആണെങ്കിലും അവരടിക്കട്ടെ. കാരണം നല്ല ഫുട്ബോളാണ്. ഇപ്പൊ ചെൽസിനെ കണ്ടിലിട്ടത് എമ്മാരിടലായിരുന്നു. ഞാൻ ചെൽസി സിറ്റി ഇപ്പൊ FA കപ്പിന്റെ സെമി ഫൈനലില്ലേ, ചെൽസി സിറ്റിയും കൂടി കളി കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, സിറ്റിനോട് കട്ടക്ക് നിൽക്കാൻ പോകുന്ന ടീമുണ്ടല്ലോ ചെൽസി. സിറ്റിനോട് കട്ടക്ക് നിൽക്കാൻ ലിവർപൂൾ ഉണ്ട്, സിറ്റി ഉണ്ട്, പിന്നെ ആരാണുള്ളത്? അതേപോലെ ചെൽസി അതുപോലത്തെ ടീമാണ്. അമ്മാരി പ്ലേയേഴ്സ് ആണ്. പക്ഷെ ആർസണലിന്റെ കളി എന്നപ്പോ ഇതാ കിടക്കുന്നത് 5 ഗോളൊക്കെ വാങ്ങി. അപ്പൊ എന്താണ് ചെൽസിയിൽ നടക്കുന്നത്? ചെൽസി അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീമാണ്. കാരണം മില്യൺസ് ആൻഡ് മില്യൺസ് ട്രാൻസ്ഫർ നടത്തിയത്. ഒരുപാട് വേസ്റ്റ് പ്ലേയേഴ്സിന് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങി. പക്ഷെ അത് ക്ലിക്ക് ആവുന്ന പ്ലേയേഴ്സ് അല്ലേ എല്ലാം നല്ല. ജാക്സൺ ഒക്കെ വെറും അട്ടർ വേസ്റ്റ്. ഒരിക്കലും ഒരു ടോപ്പ് 5 യൂറോപ്യൻ ലീഗിൽ കളിക്കാൻ പറ്റാത്തൊരു പ്ലെയറാണ്. ഞാൻ പറയട്ടെ, ജാക്സൺ വാക്കറൊക്കെ ഓടിച്ച് തോൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ചെക്കന് ലാസ്റ്റത്തെ ടച്ചില്ലേ എല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷെ ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സീസണിൽ തന്നെ ഒരുപാട് ഗോളുകൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയുള്ള ഗോളുകൾ അങ്ങനെ കുറെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഫിനിഷ് ചെയ്യാനേ വേറെ ഒരു കോൺഫിഡൻസ് വേണം. അത് അങ്ങനെ എളുപ്പമുള്ള പരിപാടിയല്ല. ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാല് അങ്ങനെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുക വേറെ തന്നെ മെന്റാലിറ്റിയാണ്. പിന്നെ ചെൽസി ഒരുപാട് പ്ലേയേഴ്സിന് എടുത്താരും പറഞ്ഞു. പക്ഷെ അതിൽ നല്ലൊരു പ്ലെയറിനെ സൈൻ ചെയ്ത കോൾ പാർമർ. കാരണം ഇപ്പോ സിംഗിൾ ഹാൻഡഡ്ലി ആണ് ആ പ്ലെയർ ആ ടീമിനെ എടുത്ത് കൊണ്ടുപോകണം. ഇത്ര പോയിന്റ്സ് ചെൽസി എവിടെയോ അടി കിടക്കേണ്ട ടീമാണ്. അവർ ഇത്രയും പോയിന്റ്സ് മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കോൾ പാർമറിന്റെ എന്തായാലും ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് 20 ഗോൾസ് 9 പെനാൽറ്റി. അതെ, എനിക്ക് തോന്നുന്നു ഇനിയും ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം പകുതി ഗോളും പെനാൽറ്റി അടിച്ചിട്ടുള്ളത്. പക്ഷെ അതൊന്നുമല്ല, പെനാൽറ്റി അടിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ചെറിയ പരിപാടിയല്ല. നല്ല പ്ലെയറാണ്. പിന്നെ പാൽമർ അസിസ്റ്റും ഉണ്ട് ഒരുപാട്, ഗോളും ഉണ്ട് ഒരുപാട്. പിന്നെ നമുക്ക് അടുത്തൊരു ഹസാർഡിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ചെൽസിക്ക് ഹസാർഡ് പോയതിനു ശേഷം അങ്ങനെ ഒരു പ്ലെയർ ഇല്ല. ഒരു ലൈക്ക് എന്താ ആ ഒരു ബോൾ എടുത്ത് ഓടുക, പാസ് ചെയ്യുക, പിന്നെ ഷൂട്ട് ചെയ്യുക, ഗോൾ സ്കോർ ചെയ്യുക, അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളിക്കാൻ പറ്റണ അങ്ങനെ നല്ലപോലെ കളിക്കുന്ന ഇപ്പൊ പാൽമറാണ്. ഇവിടെ കേൾക്കണ്ടേ? അതെ, പാൽമർ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നു. സത്യം. സൈനിങ് ഓഫ് ദി സീസൺ പ്രീമിയർ ലീഗിലെ തന്നെ ടോപ്പ് സ്കോറർ ആയിട്ടല്ലേ നിൽക്കുന്നത്. സിറ്റി റിജക്റ്റഡ് അല്ലേ? സിറ്റിയിൽ പ്ലേയിങ് ടൈം ഇല്ലാത്തതുകൊണ്ട് പോയതാണ്. യുണൈറ്റഡിലുള്ള കളിയിലൊക്കെ ത്രെട്ടായിട്ട് തോന്നിയിരുന്നു. കഴിഞ്ഞ 6 ഗോൾ അടിച്ചാല് 4 പാൽമർ അടിച്ചു. അതും ഒരു കംപ്ലീറ്റ് ഹാട്രിക് ഉണ്ടായില്ലേ. ലെഫ്റ്റ് ഫുട്ട്, റൈറ്റ് ഫുട്ട്, പിന്നെ ഹെഡോ, അങ്ങനെ 4 ഗോൾ അവൻ അടിച്ചു. ഒരു പെനാൽറ്റി. FA കപ്പ് ഫൈനൽ ആരടിക്കുന്ന തോന്നുന്നു? സിറ്റി.
എനിക്ക് തോന്നുന്നത് സിറ്റി അടിക്കാനാണ് സാധ്യത. കാരണം പ്രേമ സിറ്റി പക്ഷേ എന്താ അതിനേക്കാളും ദേശീയ യുണൈറ്റഡ് അല്ല അതുകൊണ്ടല്ല ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. സംഭവം എന്താ അറിയോ, യുണൈറ്റഡ് ജയിച്ചാലും നല്ലൊരു ഫുട്ബോൾ കാണണമെന്ന് എനിക്കുള്ളൂ. എനിക്ക് രണ്ട് ടീമിനെയും ലൈക്ക് ന്യൂട്രലാണ്, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ഫുട്ബോൾ കാണാൻ പറ്റട്ടെ എന്നുള്ളത്. പക്ഷെ എന്നാലും ഡോമിനേറ്റ് ചെയ്യുക സിറ്റി തന്നെ ആയിരിക്കും. കാരണം അവരിപ്പോ ഒരു അണ്ടർ പ്രഷർ കൈൻഡ് ഓഫ് ഫീലിംഗിലാവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. കാരണം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും അവർ മാക്സിമം പെർഫോം ചെയ്യും. അങ്ങനെ ഒരു ഇതാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ എന്താ പെപ്പിന്റെ എന്തെങ്കിലും ഒരു ടാക്ടിക്സ് ഉണ്ടാവും. എന്തായാലും ഒരു കപ്പടിക്കണം. ഇങ്ങനെ ബോള് കൈ പിടിക്കല്ലാതെ പിന്നെ എന്ത് ടാക്ടിക്സ് ആണ് ഇതാക്കിയിട്ടുള്ളത്? മറ്റു ടീമിനെ കളിക്കാൻ അയക്കൂലല്ലോ, അതൊന്നല്ല പെപ്പിന്റെ കളി. അത് കോൺഫിഡൻസ് ഉണ്ട്. കാരണം മറ്റേ ഓപ്പോണന്റ് ബോക്സിന്റെ മുമ്പിൽ കട്ടിട്ട് ഹൈലൈൻ കളിപ്പിക്കുക പറഞ്ഞാല് അത് കോൺഫിഡന്റ് തന്നെയാണ്. അത് പോരാന്നുള്ളതാണ്. എന്താണ് അല്ല ആശ, പക്ഷെ ഫൈനലിൽ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് വരും. പണ്ട് ചെൽസി ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ DMFL അത് കളിച്ച പോലെയൊക്കെ. പക്ഷെ FA കപ്പ് ഫൈനലിൽ വരാൻ ചാൻസ് ഇല്ല. UCL ഫൈനലൊക്കെ ആണെങ്കിൽ ആശാൻ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളായിട്ട് വരും. എന്താ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും സിറ്റി യുണൈറ്റഡ് നല്ലപോലെ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഫുട്ബോൾ ആയിരിക്കും എന്തായാലും കാണാൻ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്ന നല്ലൊരു മാച്ച് ആയിരിക്കും. എന്തായാലും യുണൈറ്റഡ് നന്നായി കളിക്കും, സിറ്റി നന്നായി കളിക്കും. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ടീം ഏതാണോ അവർ ജയിച്ചോട്ടെ. എനിക്ക് തോന്നുന്നത് സിറ്റി തന്നെയാണ് ഓൺ പേപ്പർ വിജയിക്കാൻ സാധ്യത. പക്ഷെ യുണൈറ്റഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ ലിവർപൂളിനാണ് പൊട്ടിച്ച് വന്നുള്ളത്. അപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ കോവൻട്രിയായിട്ട് എങ്ങനെയൊക്കെയോ കടന്നു കൂടിയാണ് സെമി ഫൈനലിൽ. അത്ര ടോപ്പല്ലാത്ത ക്ലബിനായിട്ട്. അപ്പോൾ യുണൈറ്റഡ് എന്ന അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നന്നായി കളിക്കട്ടെ. പിന്നെ ഫൈനൽ മാച്ച് എപ്പോഴും 50-50. നമ്മൾ ആ കോൺട്രിയുടെ കളിയിലേക്ക് പറയുമ്പോൾ ആ ഒരു ആന്റണിയുടെ ഒരു സെലിബ്രേഷൻ കണ്ടിരുന്നല്ലോ, അത് ഭയങ്കര എന്താ പറയാ ഇറലവന്റ് ആയിട്ട് തോന്നി ഭയങ്കരമായിട്ട്. അത് അത്ര സംഭവമാക്കേണ്ട കാര്യമില്ല. കളി ജയിക്കുമ്പോ തോൽക്കുമ്പോ പ്ലേയേഴ്സ് പല രീതിയിൽ ബിഹേവ് ചെയ്യും. അല്ല അതൊരു ശരിക്കും പറഞ്ഞ ഒരു സെക്കൻഡ് ടയർ ടീം അല്ലേ, അവരുടെ അടുത്ത് ഇത്രയും അതിന് മറുപടി പറഞ്ഞത് വെച്ചാൽ കളിന്റെ ഇടയിൽ ആന്റണി അവര് പോക്ക് ചെയ്തിരുന്നതാണ്. കളിന്റെ ഇടയ്ക്ക് ആരടാ അന്നെയാണ് 80 മില്യൺ വാങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിക്കാണെങ്കിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് ചെയ്യൂലേ? ഞാൻ ചോദിക്കാം, അത് മനസ്സിലായോ? അപ്പൊ അത് പ്ലേയേഴ്സ് കളിന്റെ ചൂടിൽ അതൊക്കെ ചെയ്യും. അത് നമ്മള് നോക്കി ടൈം ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കളിന്റെ ചൂടിൽ ചെയ്യുന്നത്, അത് വിടുക എന്നുള്ളതാണ്. അവർ സംഭവമാക്കി എടുക്കേണ്ട കാര്യം. നല്ല കളിയിരുന്നു. അതെ, അത് വൺ ഓഫ് ദോസ് ഡേയ്സ് ആണ്. എന്ത് ചില സമയത്തില്ലേ പണ്ട് എന്താണ് നമ്മളെ ഉദ്ബൈന്റെ ഒരു ബ്രാങ്ക പറയും, ഉണ്ണിച്ചാത്തന് പെലച്ചം കുടുങ്ങിയാണ്. അതായത് എന്ത് കാട്ടിയാലും ഗോളാവുക എന്നൊക്കെ പറഞ്ഞു പെരും കളി കളിക്കുന്നത്. അതേമാതിരി കോവൻട്രി അന്ന് എമ്മാരി കളി കളിച്ചത് ലൈക്ക് 70 മിനിറ്റിൽ 3-0 മിനിറ്റിൽ ഒരു ഗോള് വീണിട്ടുണ്ട്. ഓഫ് സൈഡ് ആയത് ബാക്കിയാണ്. 70 മിനിറ്റിൽ 3-0 90 ആയപ്പോ 3-3. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് ജയിക്കുന്നതാണ്. കാരണം ടെൻഹാഗ് ഇതാ രണ്ടാമത്തെ FA കപ്പ് ഫൈനലിലേക്ക് ഇതാ പെട്ടെന്ന് ഇതാ ഒരു മാനേജറും ചെയ്യാത്തൊരു കാര്യമാണ്. ഈ കപ്പും കൂടി അടിച്ച ടെൻഹാഗിന് ഏകദേശം പണി ഉറപ്പിക്കാം. അപ്പോ ടെൻഹാഗ് ഫുൾ സാധനം ഒരുക്കിയിട്ടായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ ചെക്കന്മാരൊക്കെ യൂത്തിന് പറഞ്ഞാൽ എപ്പോഴും അട്ടിമറിക്കാനുള്ള പവർ ഉണ്ട്. അതാണ് എപ്പോഴും അണ്ടർ ഡോഗ്സ് എന്ന് പറയാം. കാരണം വെച്ചാൽ എനർജിയിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ചെക്കന്മാര് കാണിക്കട്ടെ, യൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എടാ പ്രേമ, ബയൺ ലെവർകൂസന്റെ എന്തൊക്കെ പറയാനുള്ളത്? ബയർ ലെവർകൂസൻ ഭയങ്കര എന്താ പറയാ, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എപ്പോഴും ബയേൺ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലീഗാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ടൈമും ബയേൺ തന്നെ അടിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം സാബി അലോൺസോ എന്നുള്ള മാനേജറുടെ ആ ഒരു തന്നെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ആ ഒരു ടീമിനെ ഒരു മീഡിയോക്കർ ലെവൽ ടീം എന്നല്ല ഞാൻ പറയണത്, ബട്ട് ലൈക്ക് എല്ലാവരും ലൈക്ക് നോർമൽ ഫുട്ബോളിംഗ് സ്റ്റാർസ് ആണ് അവിടെ ഉള്ളത്. ആ ഒരു ടീമിനെയും വെച്ച് അവർ അൺബീറ്റൻ റൺ 43 കളിയായി കണ്ടിന്യൂസ് ആയിട്ട് അവർ തോൽക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ പോലെ തന്നെ 120 ഇയേഴ്സിന് ശേഷമാണ് അവർ ലീഗ് അടിക്കുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫെയറി ടെയിൽ തന്നെയാണ്. അവരുടെ ഫസ്റ്റ് ലീഗ് ഇത്രയും കാലം അവർ വെയിറ്റ് ചെയ്ത് ഒരു ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ഡിസർവ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഷാബി എഫക്ട് ശരിക്കും ഒരു കൊല്ലം കൂടി നിൽക്കുകയാണ് ഷാബി നിൽക്കട്ടെ. അതാണ് അപ്പൊ ഫ്ലൂക്കാണ് അതോ അടുത്ത സീസണിലോ കാണിക്കോ? ഫ്ലൂക്കായി തോന്നില്ല. കാരണം ഇത്രയും എന്താ അവരുടെ ഫുട്ബോൾ സിറ്റി കളിക്കുന്നതിന്റെ ഒന്നുകൂടി മെച്ചാണെന്ന് പറയാൻ പറ്റില്ല. സെയിം ഏകദേശം ഹൈലൈൻ ഡിഫൻസ് വെച്ചിട്ട് മാക്സിമം അറ്റാക്ക് ചെയ്യുക. മെയിൻ അവരെ പ്രത്യേകത പെട്ടെന്ന് റിക്കവർ ചെയ്യും. ബോൾ പോയി കഴിഞ്ഞാൽ അധികം ടൈം കൊടുക്കൂല. ഓൺ ദ ബോൾ തന്നെയാണ് അവരെ കളി. നല്ല സ്പീഡി വിങ്ങേഴ്സ് ബോൾ വെച്ചിട്ട് തന്നെ കളി. അതെ, ഫുൾ വിങ് ബാക്സ് വെച്ചിട്ടാണ് കളിക്കുന്നത്, ഫുൾ ബാക്ക് വെച്ചിട്ടല്ല. രണ്ട് ഗ്രിമാൾഡോ ഫ്രിംപോക്കനുണ്ട്. ഇപ്പോൾ ടോപ്പ് ലെവലിൽ കളിക്കുന്ന 2 ഫുട്ബോളേഴ്സാണ് അവരെ വിങ്ങുകളിൽ കളിക്കുന്നത്. രണ്ടാൾക്കും നല്ല ഗോളും അസിസ്റ്റും സ്റ്റാറ്റിക്സ് ഉണ്ട്.
അപ്പൊ ഫ്ലൂക്കാണെന്ന് പറയാൻ പാടില്ല അതിന്. കാരണം അൺബീറ്റൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ബയേൺ മ്യൂണിക്ക് അടക്കി ഭരിച്ച ബുണ്ടസ്ലീഗയാണ് ഒരു കളി പോലും തോൽക്കാതെ തിരിച്ചു പിടിച്ചത്. എന്താ എനിക്ക് തോന്നുന്നത്? സാബി പിള്ളേർക്കിടയിൽ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുത്തു. കാരണം അവർ ഈ സീസണിൽ തന്നെ പല കളികളിലും ഇഞ്ചുറി ടൈമിൽ ആണ് ഇക്വലൈസർ നേടിയിട്ടുള്ളത്. പല കളികളിലും അത് ആ ഒരു ടീമിന്റെ മെന്റാലിറ്റിയാണ്. എങ്ങനെയായാലും ഞങ്ങൾ തോക്കില്ല, സമനിലയും കൊണ്ടെങ്കിലും പോകുള്ളൂ. ആ മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ആസ് എ കോച്ച് സാബിക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ ഫുട്ബോളിന്റെ വിജയതല്ലേ, എല്ലാരും എപ്പോഴും പയൻ ജയിച്ചാൽ ശരിയാവില്ല അല്ലെ. അതാണ് ഫുട്ബോളിന്റെ രസം. എല്ലാരും നെവർ കൂസൻ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അതെ, നോ ലൂസൻ, നോ ലൂസൻ. ഇൻവിൻസിബിൾസ് ആവട്ടെ, അവർക്ക് യൂറോപ്പ ലീഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടിക്കട്ടെ. DFB അതേപോലെ തന്നെ ഫൈനലിലാണ് നിൽക്കുന്നത്. ട്രിപ്പിള് ചാൻസ് ഉണ്ട്. പിന്നെ ആകെ 2 കപ്പിട്ടേ കിട്ടി. 2 സാധാ ലോക്കൽ കപ്പുകൾ ഇതുവരെ ചരിത്രത്തിൽ ആകപ്പാടെ കിട്ടിയിട്ടുള്ളൂ. സ്പെഷ്യൽ സീസൺ ലെജൻഡാണ്, ക്ലബ് ലെജൻഡ്സ് കളിക്കുന്ന എല്ലാവരും എഴുതപ്പെട്ടില്ലേ ഷാവി? നമുക്കുള്ള പണിയാണ്. ഫ്യൂച്ചർ റയൽ മാഡ്രിഡ് കോച്ച് റയലിലേക്ക് വരും കുറച്ച് കഴിഞ്ഞാല്. ലിവർപൂളിലേക്ക് വരാൻ ചാൻസ് ഇല്ലേ? ഇല്ല, പക്ഷെ നെക്സ്റ്റ് സീസൺ ഇനിയിപ്പം മാറുന്നില്ലല്ലോ. സോ ലിവർപൂൾ യുണൈറ്റഡിലേക്ക് വരുമോ? യുണൈറ്റഡിന്റെ ജോബ് പറഞ്ഞാല് അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. വൺ ഓഫ് ദ സേഫസ്റ്റ് ജോബാണ്. എല്ലാ മാനേജർക്കും ഇഷ്ടപ്പെട്ട ജോബാണ്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിക്ക് പണി ചെയ്ത 20-30 വർഷം നിങ്ങളെ തന്നെ വെക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ കുറച്ച് ക്രിട്ടിക്കലാണ്. കുറച്ച് പ്രഷർ കൂടുതലാണ്. അല്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ. 5-6 ടീമുകള് പ്രീമിയർ ലീഗിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യല്ലേ. പണ്ട് അത്ര ഉണ്ടായിരുന്നില്ലല്ലോ. ബയേൺ മ്യൂണിക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. മ്യൂണിക്കിലേക്ക്, ഫ്രാൻസിലേക്ക് പോകുന്നില്ല. അപ്പം റയലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രാൻസിൽ ഇപ്പോ അത് നാഷണൽ ടീമിലോ ടീമില് പരിശീലിപ്പിക്കാൻ ചാൻസ് ഉണ്ടോ? ഷംസ് പോകുന്ന ലക്ഷം ലാഭം അല്ല. സിദാൻ ക്ലബ് ലെവലിലെല്ലാം നേടിയില്ല. റയൽ മാഡ്രിഡ് പരിശീലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നതെല്ലാം അതിന്റെ താഴേക്കാവില്ലേ അല്ലേ? അതിനപ്പുറം ഇനി ക്ലബിന് ഏതാ? എല്ലാരും സ്റ്റെപ്പ് ആയിട്ട് കയറിയ ഇതാണെങ്കിലോ അടിപൊളിയല്ലേ? ചെറിയ ക്ലബിന് അത് ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സിദാൻ അങ്ങനെ ഒരു ടാക്ടിക്കൽ ഇതിന് അപ്പുറം നല്ല മാൻ മാനേജ്മെന്റ് ആയിരുന്നു. ടീമിന് അത്രയും സ്റ്റാർസ് ഉള്ള ടീമിന് പറയാൻ പറ്റിയ എല്ലാം അടിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. അതെ. അപ്പൊ അതാണ് സിദാൻ. അല്ലാതെ ഭയങ്കര ഒരു ഇപ്പം ടാക്ടിക്കലായിട്ട് ഗോർഡിയോളയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടാക്ടീഷ്യൻ ആയിട്ട് തോന്നിയിട്ടില്ല. അല്ല, മോശം പറയല്ല, എന്നാലും. പക്ഷെ ആ ഒരു മാൻ മാനേജ്മെന്റ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവായിരുന്നു. ഫെർഗൂസന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറയുന്ന മാൻ മാനേജ്മെന്റ്. അതെ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു വേണ്ടാണ്. ഇപ്പം ഭയങ്കര ടാക്ടിക്കൽ സൗണ്ടായ കോച്ചാണെങ്കിൽ പോലും പ്ലേയേഴ്സിനെ പ്രത്യേകിച്ച് പലരും സ്റ്റാർ ആയിരിക്കും, ഈഗോ ഉണ്ടായിരിക്കും. ആ സമയത്ത് അവരെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അത് ഇപ്പം ഒരു കോച്ചിന് അത് വേണ്ട, മാനേജർക്ക് ഇത് വേണ്ടതാണ്. എന്താണ് നമ്മള് എന്താ ഡിസ്കസ് ചെയ്യാൻ ഇന്റർ മിലാന്റെ കപ്പടി? ഇന്റർ മിലാന് വരട്ടെ. മിലാൻസേ പണ്ട് ഞാനൊക്കെ പണ്ട് യൂസ് ചെയ്ത് ഇരുന്ന് കാണുമല്ലോ. അതായത് 2005-2006 നമ്മള് ആദ്യമായിട്ട് കളി ഇങ്ങനെ കണ്ടുവരുന്ന സമയത്തൊക്കെ AC മിലാൻ എന്നും ഉണ്ടായിരുന്ന ഒരു പ്രസൻസ് ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. ലൈക്ക് AC മിലാനോട് കളി വന്ന രക്ഷയില്ല. കക്ക, മറ്റേ സീഡോർഫ്, ദിദ, കഫു, ഭീകര ടീമായിരുന്നു അടുക്കാൻ. പക്ഷെ പിന്നെ 2 മിലാനും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രീമിയർ ലീഗിലെ ടീമിനോടൊന്നും വെക്കാൻ മാത്രം ഇല്ല. അന്നത്തെ ലെജൻസിന്റെ ഒരു കൂട്ടായിരുന്നു. ഏത് പൊസിഷൻ നോക്കിയാലും ഫുട്ബോളിലോ കണ്ടലിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ലെജൻസ് ആണ് അതിൽ കളിച്ചില്ല. ഏത് പൊസിഷൻ നോക്കിയാലും അതെ. പക്ഷെ ഇന്റർ മിലാൻ അടിച്ചു. കൺഗ്രാറ്റ്സ് അല്ലേ? മിലാൻ ഡോമിനേറ്റ് ചെയ്യാൻ ഇല്ലെന്ന് തന്നെയല്ലേ കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട്? ഇന്റർ മിലാനോ? അതെ, കഴിഞ്ഞ സീസൺ നാപ്പോളി, സാഞ്ചസും മറ്റേ ഇവരും വന്നു ലുക്കാക്കു സീസൺ അടിച്ചിട്ടുണ്ട്. അതായത് റൊണാൾഡോ പോയ തൊട്ടും അടുത്ത സീസൺ അടിക്കുന്ന ഇന്ററാണ്. കഴിഞ്ഞ സീസൺ ഫൈനലിലെത്തി. അപ്പൊ വരുന്നുണ്ട്, വരട്ടെ. എല്ലാ ലീഗിന്നും ടീമുകൾ വരണം. മറ്റേത് സീനാണ്. ഇപ്പൊ ഒരേ ലീഗിലെ ക്ലബുകൾ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ ബോറായിട്ടാ തോന്നിച്ചു. ഡോട്ട്മണ്ടും ബയേണും എടുത്ത് നോക്കട്ടെ, അത്ലറ്റിക്കോ അടിപൊളി കളിയിരുന്നല്ലോ.
അത്ലറ്റിക്കോയും റയല് 2 വട്ടം വന്നു. പക്ഷെ മറ്റേ ടീമിന് അഡ്വാൻറ്റേജ് ഉള്ള ടീമിന് തന്നെ കപ്പ് കിട്ടുക എന്നുള്ളത് ഇതാണ്. ഇപ്പൊ റിയൽ ആണെങ്കിൽ റിയൽ ജയിക്കും, അല്ലെങ്കിൽ ബയൺ ആണെങ്കിൽ ബയൺ ജയിക്കും. ശരിക്കും വേറെ 2 ലീഗ് വരുമ്പോഴാണ് കുറച്ചുകൂടി രസം തോന്നിയിട്ടുള്ളത് കളി. അതെ അല്ലേ? പുതിയ ടീംസ് വരണം, അപ്പോഴാണ് കളി നമുക്ക് കാണാൻ ഒരു ആസ് എ ഫാൻ ഒരു കുറച്ചുകൂടെ എൻഗേജിങ് ആവുക. അല്ലെങ്കിൽ എപ്പോഴും ഒരേ ടീമായി കഴിഞ്ഞാൽ അതിലൊരു രസമില്ല. ബ്രൂണോ ഫെർണാണ്ടസ് എന്താ പറയാ എനിക്ക് പറയാനുള്ളത്? ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോന്റെ അടുത്ത് കഴിവുണ്ടേ. ബ്രൂണോ മാത്രമേ കളിക്കുന്നുള്ളൂ. ഭയങ്കര പത്തറ്റിക് ആണല്ലേ. എന്താ വെച്ചാ ബാഡ്. ഇപ്പൊ എനിക്ക് എപ്പോഴും കളി കാണുമ്പോ തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ തോൽക്കാണെങ്കിലും ഒന്ന് ഓടൂലേ, ഒന്ന് മെനക്കെടൂലേ, അത് കാണുമ്പോ രസമാണ്. തോറ്റാലെന്താ നയിച്ചിട്ടാണല്ലോ തോറ്റത്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് അത് കാണുമ്പോ കളി കാണാനേ തോന്നൂല. റാഷ്ഫോർഡിനൊക്കെ ഇംഗ്ലീഷ് മീഡിയം ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, നല്ല കൊടുക്കുന്നുണ്ട്. കാരണം എത്ര കാലമായി ഇപ്പോഴും 20-ആം വയസ്സിലെ പ്ലെയർ എന്ന് പറഞ്ഞാണ്. അതാണ് 28-29 വയസ്സായി, നമ്മളൊക്കെ പ്രായമായി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് പ്ലേയേഴ്സിൽ ഒന്ന് ബെല്ലിംഗാം, ഒന്ന് ഫോഡനുമാണ്. ലൈക്ക് ഫോഡൻ എന്ന് പറഞ്ഞ പ്ലെയർ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പേടിയാവില്ല. ഫോഡന്റെ കയ്യില് യുണൈറ്റഡിനായിട്ടുള്ള ആ കളിയിലൊക്കെ ശരിക്കും ഫോഡന്റെ കയ്യില് ബോൾ ഇട്ട് പേടിയാവുക. ബാക്കിയുള്ള അത് ആ ബോക്സിന്റെ ഫ്രണ്ടിലൊക്കെ വരുമ്പോഴേ കറക്റ്റ് ആ ഷൂട്ട് ചെയ്യും, പൊക്കി ഷൂട്ട് ചെയ്യും. ഭയങ്കര പറഞ്ഞിട്ടെന്താ മറ്റേ യൂറോ കപ്പ് വരുമ്പോ ഫോഡൻ ബെഞ്ചിലും റാഷ്ഫോർഡ് സ്ക്വാഡിലുണ്ടോ? അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫോഡനെ ബെഞ്ചിൽ ഇരുത്തുമ്പോ അൺഫെയർ ആയിട്ട്. ഇംഗ്ലീഷ് ടീമിന് ഇപ്രാവശ്യം നല്ലൊരു സ്ക്വാഡിനെ ഇറക്കാൻ പറ്റും. അതായത് പാൽമാനടക്കം ബെഞ്ചിൽ ഇരുത്താൻ പറ്റുന്ന ടൈപ്പ് സ്ക്വാഡിനെ ഇറക്കാൻ പറ്റിയ കണ്ടീഷനാണ്. സൗത്ത് ഗേറ്റ് എന്താ കാട്ടാൻ പോകുന്ന നമുക്കറിയാം. അതെ യുണൈറ്റഡിലെ കുറച്ച് ഉണ്ട് അറിയാം. വേറെന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്? നമ്മള് ഗോൾ ലൈൻ ടെക്നോളജിനെ കുറിച്ച് പറഞ്ഞോ? ബാർസന്റെ ഗോൾ ലൈൻ ഫസ്റ്റ് അത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓക്കെ. വേറെന്താണ് നിഖിലേ? ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സെമിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുത്തിരിക്കാം. എന്തായാലും പ്രഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാന് ഡോട്ട്മണ്ട് ജയിക്കുന്ന PSG റയല് ഫൈനൽ. റയൽ മാഡ്രിഡ് ജയിക്കും. റയൽ ജയിക്കും. കപ്പടിക്കണതോ? കപ്പടിക്കുന്ന ഡോട്ട്മണ്ട് അടിക്കട്ടെ. ഞാൻ ബയൺ. ഈ ബയണില്ല. അപ്പൊ അവിടെ പ്രേമരൊക്കെ തെറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങോട്ടാ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് എ റാപ്പ്.